ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ അല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. യോഹന്നാന്റെ സുവിശേഷം മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്നുള്ളതൊക്കെ നാം പഠിച്ചിട്ടുണ്ട്. ആദിമ സഭാപിതാക്കന്മാർ, പ്രത്യേകിച്ചും ലയോൺസിലെ വിശുദ്ധ ഐറേനിയോസ്, സുവിശേഷങ്ങളെ എസക്കിയേൽ തന്റെ ദർശനത്തിൽ കണ്ട 4 മൃഗങ്ങളോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ സുവിശേഷത്തിന്റെയും ഉള്ളടക്കമാണ് ഈ ഒരു സാദൃശ്യത്തിന് അടിസ്ഥാനമായിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം സിംഹമുഖമുള്ളതാണ് എന്ന് പറയുന്നു. സിംഹം യഹൂദ ഗോത്രത്തിന്റെ അടയാളമാണ്, യഹൂദന്മാരുടെ ഒരു സിംബലാണ്. ജൂയിഷ് സിനഗോഗ്സിന്റെ ഒക്കെ വാതിൽക്കൽ സിംഹത്തിന്റെ രൂപം പലപ്പോഴും കൊത്തിവച്ചിരിക്കുന്നത് കാണാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം യഹൂദ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു ഗ്രന്ഥകാരൻ ചമച്ചിരിക്കുന്നത് കൊണ്ടും അതിൽ യേശുക്രിസ്തു എപ്രകാരം യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നു എന്ന് വിവരിച്ചിരിക്കുന്നത് കൊണ്ടും അതിനെ സിംഹമുഖമുള്ളതാണ് എന്ന് പറയുന്നു. മർക്കോസിന്റെ സുവിശേഷത്തെ കാളയോടാണ് ഉപമിച്ചിരിക്കുന്നത്. കാള ജനനം മുതൽ മരണം വരെയും മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു മൃഗമാണ്. കൊല്ലപ്പെട്ടു കഴിഞ്ഞാലും നമ്മുടെ തീന്മേശകളിൽ ഭക്ഷണ രൂപത്തിൽ അവതരിക്കുന്നതാണ് കാളയുടെ വിധി എന്ന് പറയുന്നത്. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി യഹോവയുടെ ദാസനായി അവതരിക്കുകയും കഷ്ടതകളിൽ കൂടെയും കുരിശുമരണത്തിലൂടെയും മനുഷ്യരക്ഷയ്ക്ക് നിദാനമായ അനുഭവങ്ങൾ കൂടെ കടന്നു പോവുകയും തന്റെ തിരുശരീര രക്തങ്ങൾ മനുഷ്യരുടെ രക്ഷയ്ക്കായി ദാനം ചെയ്യുകയും ചെയ്ത യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവവും കുരിശുമരണവുമാണ് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട ഇതിവൃത്തം. സുവിശേഷത്തിന്റെ ആരംഭം മുതൽ തന്നെ കഷ്ടപ്പെടുന്ന ദാസനായ ക്രിസ്തുവിനെയാണ് കാണുന്നത്. അതുകൊണ്ട് കാളയുടെ മുഖമാണ് ഇതിന് എന്ന് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം മനുഷ്യമുഖമുള്ള സുവിശേഷമാണ്. ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു, ഒരു ഡോക്ടറായിരുന്നു. ഒരു ഡോക്ടർ എപ്പോഴും ഇടപെടുന്നത് സാധാരണപ്പെട്ട ജനങ്ങളോടാണ്, അഗതികളോടാണ്, രോഗികളോടാണ്, ഗർഭിണികളോടാണ്, വാർദ്ധക്യത്തിലുള്ളവരോടാണ്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവരോടാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളോടാണ്. അപ്പൊ അത്തരത്തിലുള്ള തന്റെ അനുദിന ജീവിത പ്രക്രിയ യേശുക്രിസ്തു എങ്ങനെ ഇപ്രകാരമുള്ള ആളുകളുടെ രക്ഷകനായി തീർന്നു എന്ന് വരച്ചു കാട്ടുവാൻ സഹായിച്ചു. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം എടുത്തു വായിച്ചാൽ അറിയാം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ രക്ഷകനായ ക്രിസ്തുവിനെയാണ് അവിടെ കാണുന്നത്. സമൂഹത്തിന്റെ അതിർവരമ്പുകൾ ഉള്ള ആളുകൾ, വനിതകളുടെ പ്രാധാന്യം അതിലേറ്റവും കൂടുതൽ വരച്ചു കാട്ടിയിരിക്കുന്നു. അപ്പോ ചുരുക്കത്തിൽ മനുഷ്യന്റെ, ഒരു സാധാരണ മനുഷ്യന്റെ മുഖമുള്ളതാണ് ലൂക്കോസിന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷം കഴുകന്റെ മുഖമുള്ളതാണ്. കഴുകൻ ഉയർന്നു പൊങ്ങി പർവ്വത ശിഖരങ്ങളിൽ കൂടുവെക്കുന്നവനും ഉയർന്ന ആകാശത്തിൽ പറന്ന് ജീവിക്കുന്നതുമായ ഒരു പക്ഷിയാണ്, അല്ലെങ്കിൽ മൃഗമാണ്. ഈ കഴുകന്റെ സ്വഭാവമാണ് ഈ സുവിശേഷത്തിന്. ഒരു എത്തും പിടിയും കിട്ടാത്ത തരത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി
യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യത്തെ പറ്റി, യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ പറ്റി ഒക്കെ വിവരിച്ചിരിക്കുകയാണ്. 13-ാം അധ്യായം മുതൽ നോക്കിയാൽ 17-ാം അധ്യായം വരെ ഒരു കൂട്ടം പ്രസംഗങ്ങളാണ്. യോഹന്നാൻ രചിച്ചിരിക്കുന്നത് പ്രസംഗങ്ങളാണ്, ഡിസ്കോഴ്സസ് ആണ്. 13-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് ശിഷ്യന്മാരുടെ കാല് കഴുകിക്കൊണ്ടാണ്. അതിനുശേഷം തന്റെ കഷ്ടാനുഭവത്തെ പറ്റി, തന്നെ ഒറ്റിക്കൊടുക്കുന്നവരെ പറ്റി, തന്നെ തള്ളിപ്പറയുന്നവരെ പറ്റി ഒക്കെ പറയുന്നു. 14-ാം അധ്യായം വരുമ്പോ തന്റെ ഈ ലോകത്തിൽ നിന്നുള്ള വേർപാടിനെ പറ്റി പറയുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എപ്രകാരമാണ് ക്രിസ്തുവും തന്നിൽ വിശ്വസിക്കുന്നവരും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് വിവരിക്കുകയാണ്. 16-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ പറ്റി, ആരാണ് പരിശുദ്ധാത്മാവ്, എന്താണ് പരിശുദ്ധാത്മാവിന്റെ ദൗത്യം, എന്താണ് ആത്മപ്രകാശം ലഭിച്ചവരുടെ ലക്ഷണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിവരിച്ചിരിക്കുകയാണ്. 17-ാം അധ്യായത്തെ 16-ാം നൂറ്റാണ്ട് മുതൽ മഹാപുരോഹിത പ്രാർത്ഥന എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പല ആളുകളും പല തരത്തിൽ ഇതിനെ കാണാറുണ്ട്. ചില ആളുകൾ പറയുന്നു ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, 17 അധ്യായങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ദൈവശാസ്ത്രപരമായ പ്രധാനപ്പെട്ട ആശയങ്ങൾ 17-ാം അധ്യായത്തിൽ കാച്ചിക്കുറുക്കി പറഞ്ഞിരിക്കുകയാണ്. മറ്റു ചിലർ പറയുന്നു ഇത് യേശുവിന്റെ ഒരു അന്ത്യ പ്രഭാഷണമാണ്, ഒരു ടെസ്റ്റമെന്റ് ആണ്. യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന അന്ത്യപ്രഭാഷണം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം. മോശയുടെ അന്ത്യപ്രഭാഷണം ആവർത്തന പുസ്തകം 32-ഉം 33-ഉം അധ്യായങ്ങൾ നമുക്കറിയാം. അപ്പൊ ഇതുവരെ താൻ ചെയ്തത് എന്താണ്, ഇനി താൻ എങ്ങോട്ട് പോകുന്നു, തന്നെ ആശ്രയിച്ച ആളുകളുടെ ഭാവി എന്തായിരിക്കും, ഇതൊക്കെ പറയുന്ന ടെസ്റ്റമെന്റ്, വിൽപത്രം പോലെയുള്ള ഒന്നാണ് 17-ാം അധ്യായം എന്ന് ചില ആളുകൾ പറയുന്നു. മറ്റു ചില ആളുകൾ പറയുന്നത് യേശുക്രിസ്തു ഇതിന് തൊട്ടു മുൻപ് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി പിതാവാം ദൈവത്തിന്റെ അടുക്കൽ വാദിക്കുവാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. പാരാക്ലിറ്റോസ്, പാറക്കലിത്തായ ദൈവമേ എന്നാണ് അടുത്ത ആഴ്ച നാം പ്രാർത്ഥിക്കാൻ പോകുന്നത്. He is an advocate for the believers. So what the Holy Spirit is going to do after the departure of Jesus Christ, that is foretold in chapter 17 എന്ന് പറയുന്ന ആളുകളുണ്ട്. തനിക്ക് ശേഷം പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്ന ദൗത്യം എന്താണ് ഈ അഡ്വക്കേറ്റിന്റെ ചുമതല, അഡ്വക്കേറ്റ് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് മുൻകൂട്ടി പറയുകയാണ് എന്ന് ചില ആളുകൾ പറയുന്നു. എന്തായിരുന്നാലും ഈ മഹാപുരോഹിത പ്രാർത്ഥന എന്നുള്ള ഇതിന്റെ തലക്കെട്ട് വളരെയധികം ആഴമായി അംഗീകരിക്കപ്പെട്ട ഒന്നാണ്. ആദ്യത്തെ 5 അധ്യായങ്ങളിൽ തന്നിൽ വിശ്വസിക്കുന്ന ശിഷ്യന്മാർ മഹത്വപ്പെടേണ്ടതിന് താനും മഹത്വപ്പെടേണ്ട ആവശ്യത്തെ പറ്റി പറയുന്നു. 6 മുതൽ ഉള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. അവസാന ഭാഗത്ത് തന്റെ ശിഷ്യഗണത്തിൽ ഉൾപ്പെടാതെ ലോകത്തിൽ ചിതറിക്കിടക്കുന്ന വരുവാനുള്ള വിശ്വാസികൾക്ക് വേണ്ടി, വരുവാനുള്ള ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിലെ വാക്യമാണ് നമ്മുടെ ചിന്താവിഷയമായി നാം എടുത്തിരിക്കുന്നത്. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പൊ ഇത് മഹാപുരോഹിത പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞു. യേശു ഒരു മഹാപുരോഹിതനാണ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ വിവരിച്ചു പറയുന്നത് എബ്രായ ലേഖനമാണ്. എബ്രായ ലേഖനത്തിൽ മുഴുവൻ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പഠിപ്പീരാണ്. ഹൈപ്രീസ്റ്റ്ലി ക്രിസ്റ്റോളജി. മറ്റ് പുതിയ നിയമഗ്രന്ഥങ്ങളിൽ അത്ര ആഴമായി അതിനെപ്പറ്റി കാണുന്നുണ്ട്. അപ്പൊ യേശുവിന്റെ പൗരോഹിത്യം എന്താണ്?
യേശു പുതുതായി ആവിഷ്കരിച്ചിരിക്കുന്ന പൗരോഹിത്യ മാതൃകകൾ എന്തെല്ലാമാണ്? ഇതാണ് എബ്രായ ലേഖനത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. അവിടെ വളരെ വ്യക്തമായി പറയുന്നു, ഇതുവരെയുള്ള പൗരോഹിത്യത്തിന്റെ ഒരു തുടർച്ചയല്ല യേശുവിന്റെ പൗരോഹിത്യം. താൻ ലേവി ഗോത്രത്തിൽപ്പെട്ട ആളല്ല, താൻ അഹരോന്റെ കുലത്തിൽപ്പെട്ട ആളുമല്ല. തന്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് ആദിയും അന്തവുമില്ലാത്ത മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. ഈ മൽക്കീസദേക്ക് അബ്രഹാം കാഴ്ചവെച്ച് സ്വീകരിച്ച ശാലേമിലെ രാജാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. ഈ മൽക്കീസദേക്കിന്റെ പൗരോഹിത്യമാണ് യേശുവിന്റെ പൗരോഹിത്യം. എബ്രായ ലേഖനത്തിൽ പിന്നെയും വിശദീകരിക്കുന്നുണ്ട്, ഇതുവരെ ഉള്ളതൊക്കെ ഒരു നിഴലായിരുന്നു, ഇനിയുള്ളത് ആണ് യാഥാർത്ഥ്യം. അപ്പൊ പഴയ നിയമ പൗരോഹിത്യം എന്ന് പറയുന്നത് പുതിയ നിയമ പൗരോഹിത്യത്തിന്റെ നിഴൽ മാത്രമായിരുന്നു. പഴയ നിയമ ന്യായപ്രമാണം, ആ ന്യായപ്രമാണത്തിന്റെ വൈകല്യങ്ങളൊക്കെയും യേശുക്രിസ്തു പലയിടത്തും ചൂണ്ടിക്കാട്ടുന്നു. ആ ന്യായപ്രമാണത്തിന് ഇനി പണ്ടുള്ളതുപോലെയുള്ള സ്ഥാനമില്ല. ഇനി ന്യായപ്രമാണങ്ങൾക്കും കാനൂനുകൾക്കും ഭരണഘടനകൾക്കും അല്ല കൂടുതൽ സ്ഥാനം. ഇനി സ്ഥാനം സ്നേഹത്തിന്റെ അധികാരം ഉപയോഗിക്കുന്ന പുരോഹിതനാണ്. 11-ാം അധ്യായത്തിലെ എബ്രായ ലേഖനത്തിൽ വിശ്വാസികളുടെ നീണ്ട ഒരു പട്ടിക പറയുന്നു. 12-ാം അധ്യായത്തിൽ അതിന്റെ ചുരുക്കമായിട്ടാണ് പറയുന്നത്, സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന്. അപ്പൊ ഇതുവരെ വിശ്വാസം സംരക്ഷിച്ച പൂർവ്വപിതാക്കന്മാരെ ഒക്കെ അംഗീകരിക്കുന്നു എങ്കിലും പുതിയ ഒരു പൗരോഹിത്യത്തെ പറ്റി എബ്രായ ലേഖനത്തിൽ നാം വായിക്കുകയാണ്. അപ്പൊ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയെ മനസ്സിലാക്കണമെങ്കിൽ യേശു എപ്രകാരമുള്ള ഒരു മഹാപുരോഹിതനായിരുന്നു എന്ന് നാം ആഴമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. വാസ്തവത്തിൽ മശിഹായുടെ വരവിനെ പറ്റി തന്നെ, ആ സമയത്തെ പറ്റി തന്നെ നമ്മൾ ആഴമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തു ജനിച്ചത് അഗസ്തസ് കൈസറുടെ കാലത്താണ്. ഹെരോദ രാജാവ് യഹൂദയിൽ ഉള്ളപ്പോഴാണ്. എന്തായിരുന്നു അന്ന് യേശുക്രിസ്തു ജനിക്കാനുള്ള ഇമ്മീഡിയറ്റ് നീഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പുറമേ നോക്കിയാൽ അന്ന് യഹൂദ മതത്തിന് യാതൊരു കുഴപ്പവുമില്ല. യഹൂദ മതം അതിന്റെ ആചാരമര്യാദകളൊക്കെ പരമ്പരാഗതമായ ആചാരമര്യാദകൾ ഇടമുറിയാതെ, പ്രമാണങ്ങൾക്ക് കോട്ടം തട്ടാതെ പാലിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. യഹൂദ ദേവാലയം ഹെരോദ രാജാവിന്റെ നേതൃത്വത്തിൽ തന്നെ കഴിഞ്ഞ 46 വർഷമായി പണിതുകൊണ്ടിരിക്കുകയാണ് യെരൂശലേം ദേവാലയം. അതിൽ ലോകത്തിൽ നിന്നുള്ള വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു, വിശിഷ്ട തിരുശീലകൾ കൊണ്ട് അലങ്കരിക്കുന്നു. അപ്പൊ ദേവാലയത്തിന് കുഴപ്പമൊന്നുമില്ല, ദേവാലയത്തിന് ഇവിടെ യാതൊരു വെല്ലുവിളിയുമില്ല. രാജാവ് തന്നെ നേരിട്ട് ദേവാലയം പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് 1/2 നൂറ്റാണ്ടായി. പൗരോഹിത്യത്തിന് കുഴപ്പമില്ല, യാഗങ്ങളും മുറകളും ഒക്കെ ക്രമമായി നടക്കുന്നു. വേദപുസ്തക പണ്ഡിതന്മാർക്ക് കുറവില്ല. ഷമ്മായി എന്നും ഹില്ലേൽ എന്നും ഗമാലിയേൽ എന്നും ഒക്കെ വിളിക്കപ്പെടുന്ന അതിപ്രശസ്തരായ തിയോളജിയൻസ്, അതിപ്രശസ്തരായ നിയമ പണ്ഡിതർ വേദവ്യാഖ്യാനം നടത്തും. പിന്നെ എന്തിനാണ് യേശു അന്ന് ജനിച്ചത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ദേവാലയത്തിന് കുഴപ്പമില്ല, യാഗങ്ങൾ മുറയായി നടക്കുന്നു, വേദപുസ്തക വ്യാഖ്യാനം ഭംഗിയായി നടക്കുന്നു. യേശു അവതരിക്കേണ്ട അവസരങ്ങൾ ഇതിനു മുൻപ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. BC 721 വടക്കൻ രാജ്യമായ ഇസ്രായേൽ പട്ടുപോയപ്പോൾ അസീറിയക്കാർ വന്ന് 10 ഗോത്രങ്ങൾ ചേർന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കീഴ്പ്പെടുത്തിയപ്പോ പലരും നിലവിളിച്ചു, മശിഹ വരണമേ വരണമേ എന്ന്. അന്നൊന്നും മശിഹ വന്നില്ല. അന്നായിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. 586 ആയപ്പോ ബാബിലോൺകാർ വന്ന് യെരൂശലേം നഗരവും ദേവാലയവും നശിപ്പിച്ച് സിദക്കിയ രാജാവിന്റെ കണ്ണു കുത്തിപ്പൊട്ടിച്ച് ബാബേലിലേക്ക് അടിമയാക്കി കൊണ്ടുപോയപ്പോൾ പലരും ആശിച്ചു, മശിഹ വന്നേൽ നന്നായിരുന്നു എന്ന്. അന്നും മശിഹ വന്നില്ല.
അപ്പൊ അന്നൊന്നുമില്ലാത്ത ഒരു അത്യാവശ്യം എന്താണ് ഈ AD 1-ാം നൂറ്റാണ്ടിൽ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ പൗരോഹിത്യത്തെയും യേശു അവതരിച്ച കാലത്തെ പൗരോഹിത്യത്തെയും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തേണ്ടത്. പുതിയ നിയമ പൗരോഹിത്യത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത് എന്ന് നാം പറയുന്നെങ്കിലും പലപ്പോഴും നമുക്കിപ്പോഴും ഇഷ്ടം പഴയ നിയമ പൗരോഹിത്യമാണ്. നമുക്കിപ്പോഴും പഴയ നിയമ പൗരോഹിത്യത്തിന്റെ അംശവസ്ത്രങ്ങളും അതിന്റെ ചമയങ്ങളും അതിന്റെ സ്ഥാനചിഹ്നങ്ങളും അതിന്റെ കാനോനുകളും പുതിയ നിയമത്തെക്കാൾ ആകർഷണീയമായി തീർന്നിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു വന്ന് പുതിയൊരു പൗരോഹിത്യം സ്ഥാപിച്ചിട്ടും ഇന്നും ഈ പഴയ പൗരോഹിത്യത്തിന്റെ ചങ്ങലകൾക്കുള്ളിൽ കിടക്കുകയാണോ നമ്മുടെ പൗരോഹിത്യം എന്ന് നാം ആഴമായി പഠിക്കണം. പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെതെല്ലാം തൂത്തുമാച്ച് കളയണം, അതൊക്കെ അറബിക്കടലിൽ തള്ളിക്കളയണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നാം എവിടെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇവിടെ തന്നിൽ വിശ്വസിക്കുന്ന ആളുകളെ ശുദ്ധീകരിക്കണമെന്നാണ് യേശു പ്രാർത്ഥിക്കുന്നത്. എന്താണ് ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ? മൈക്കിന്റെ എക്കോ കൂടുതലാണെന്ന് തോന്നുന്നല്ലേ? ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീക്ക് ഭാഷയിൽ ഈ വിശുദ്ധർ എന്നുള്ള മലയാള പദത്തിന് തത്തുല്യമായി 2-3 വാക്കുകളും. ഹിയേറോസ് എന്ന് പറയാറുണ്ട് ചിലരെ, ഡിവിനൈസർ, ദിവ്യരായ ആളുകൾ. അത് പ്രത്യേകിച്ചും സെപ്റ്റുജന്റയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. മറ്റു മതങ്ങളിലെ പുരോഹിതന്മാരെ കുറിക്കുന്ന ഒരു വാക്കാണ് ദിവ്യരായ ആളുകൾ. മറ്റൊരു വാക്ക് ഹോസിയോസ് എന്ന് പറയും, ഡിവൗട്ട്, പയസ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. പക്ഷെ ഇവിടെ പുതിയ നിയമത്തിൽ കൂടുതലും കാണുന്നത് ഹഗിയോസ് എന്നുള്ള വാക്കാണ്. ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ഹഗിയോസോ എന്ന് പറയുന്ന വെർബൽ ഫോമാണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ 2 പദങ്ങളും ഇതും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം. ആദ്യത്തെ 2 പദങ്ങൾ ചില ആരാധനകൾ കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടുന്ന വസ്തുക്കൾ, സ്ഥലങ്ങൾ, ആളുകൾ എന്നിവയെ കുറിക്കുന്നതാണ്. ഒരു പൂജ കൊണ്ടോ ഒരു ആരാധന കൊണ്ടോ ഒരു യാഗം കൊണ്ടോ വിശുദ്ധീകരിക്കപ്പെടുന്ന വസ്തുക്കൾ, സ്ഥലങ്ങൾ ഒക്കെയാകാം. എന്നാൽ ഹഗിയോസിന് അതിൽ നിന്ന് അല്പം വ്യത്യാസം. ഹഗിയോസ് ഒരാള് വിശുദ്ധീകരിക്കപ്പെടുവാൻ, ഒരു വസ്തു വിശുദ്ധീകരിക്കപ്പെടുവാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാമെങ്കിലും ഒരാളെ ഹഗിയോസ് എന്ന് വിളിക്കണമെങ്കിൽ അയാളുടെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റു 2 പദങ്ങൾക്കും ഹിയേറോസിനും ഹോസിയോസിനും അവരുടെ ധാർമ്മികമായ നിലപാടുകൾ പ്രസക്തമല്ല. അവര് ഒരു പ്രക്രിയയിൽ കൂടെ വിശുദ്ധീകരണത്തിലേക്ക് വന്നിരിക്കുന്നു, ആജീവനാന്തം വിശുദ്ധരാണ്. ഹഗിയോസ് എന്ന് പറഞ്ഞാൽ അവർ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, വിശുദ്ധീകരണ പ്രക്രിയയിൽ വളരുന്നു, അതിൽ അവരുടേതായ ഒരു പങ്കാളിത്തം ആവശ്യമാണ്. ഇറ്റ്സ് എ റെസിപ്രോക്കൽ ആക്ടിവിറ്റി. ഒരു വശത്ത് ദൈവം ഇല്ലെങ്കിലും മൈക്കില്ലെങ്കിലും കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ എന്റെ ശബ്ദം അവിടെ വരെ എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ കരത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്ന ആളുകൾ ഈ വിശുദ്ധീകരണം, ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി അവരുടേതായ ഒരു പങ്കാളിത്തം ആവശ്യമാണ്. അവരുടെ ധാർമ്മിക ജീവിതം വളരെ പ്രധാനപ്പെട്ടതായി മാറേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ വൈദിക സംഘത്തിന്റെ തീമായി ഈ വാക്യം എടുക്കാൻ കാരണം സമീപകാലത്തെ മാധ്യമങ്ങളിൽ നമ്മുടെ പുരോഹിതന്മാരെ പറ്റിയും മറ്റ് ക്രൈസ്തവ സമൂഹങ്ങളില് നേതൃത്വം കൊടുക്കുന്ന ഇടയന്മാരെ പറ്റിയും ഒക്കെ വന്ന വളരെ ആക്ഷേപകരമായ ചില വാർത്തകളാകാം. വളരെ പ്രതീക്ഷയോടെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന് സെമിനാരി വിദ്യാഭ്യാസം പൂർത്തിയാക്കി പട്ടത്വ ശുശ്രൂഷയിൽ കൂടെ ആത്മിക നൽവരങ്ങളെ പ്രാപിച്ച ആളുകൾ പോലും മൃഗങ്ങൾക്ക് തുല്യമായ പെരുമാറ്റങ്ങൾക്ക് ഉടമകളായി മാറും. അപ്പോ ഒരാൾ ഒരിക്കൽ വിശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ആ ആളിന്റെ പൗരോഹിത്യം, ആ ആളിന്റെ വിശുദ്ധി അയാളിൽ നിലനിൽക്കുമോ? ആ ആൾ ക്രമമായി ആ വിശുദ്ധി നിലനിർത്തുവാനുള്ള ഒരു ശ്രമം ആ ആളിന്റെ പക്ഷത്ത് നിന്ന് ആവശ്യമല്ലേ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്.
യേശു തമ്പുരാൻ ശിഷ്യന്മാരെ സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന മഹാപുരോഹിത പ്രാർത്ഥനയിൽ അവർക്ക് നൽകുവാനായി താൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത് പറയുന്നു, എന്റെ സന്തോഷം അവരിൽ പൂർണ്ണമാകണം, അവർക്ക് സന്തോഷമുണ്ടാവണം. തന്നെ സമീപിച്ച, തന്റെ ശിഷ്യത്വം സ്വീകരിച്ച ആളുകൾക്ക് സന്തോഷമുണ്ടാവണം. ഇത് എപ്രകാരമുള്ള സന്തോഷമാണ് എന്നുള്ളതാണ് പ്രധാന. 13-ാം വാക്യത്തിലാണ് ഈ സന്തോഷത്തെ പറ്റി പറയുന്നത്. ഇത് എപ്രകാരമുള്ള സന്തോഷമാണ്? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇന്ന് ആഗോളവൽക്കരണത്തിന്റെയും കച്ചവട സംസ്കാരത്തിന്റെയും പിടിയിൽ അമർന്നുകൊണ്ട് ഇന്ന് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് എന്തെങ്കിലും കിട്ടുന്നതിലുള്ള സന്തോഷമാണ്. അത് വളരെ കുറിച്ചു വച്ചിരിക്കുകയാണ്. ഒരു ഇടവകയ്ക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ ആഘോഷങ്ങൾ ഉണ്ടാവണം. ഒരു വ്യക്തിക്ക് സന്തോഷമുണ്ടാവണമെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ വേണം. ഒരിക്കൽ CNI സഭയിൽപ്പെട്ട ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ, നിങ്ങളുടെ സഭയും ഞങ്ങളുടെ സഭയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങളുടെ സഭയിൽപ്പെട്ട ആളുകൾ എന്നും ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ സഭയ്ക്ക് എന്ത് കൊടുക്കാം എന്നാണ്. ഞങ്ങളുടെ സഭയിൽപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ചും അച്ഛന്മാര്, ചിന്തിക്കുന്നത് എനിക്ക് സഭയിൽ നിന്ന് എന്ത് കിട്ടും എന്നാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു പ്രവണത നമ്മുടെ ഇടയിലും വർദ്ധിച്ചു വരികയാണ്. ഞാൻ വൈദികനായതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടും? ലൗകികമായി ഈ ലോകപ്രകാരം എന്ത് നേട്ടമാണ്? യേശു ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, ഈ പ്രാർത്ഥന തന്നെ താൻ നിർവഹിക്കുന്നത് താൻ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോവുകയും ശിഷ്യന്മാർ ലോകത്തിൽ അവശേഷിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. യേശു പിതാവാം ദൈവത്തോട് പറയുകയാണ്, ഞാൻ അവരെ ലോകത്തിൽ നിന്ന് എടുത്തു എങ്കിലും അവർ ലൗകികന്മാരല്ല. ഇനി അവർ ലോകത്തിൽ ജീവിക്കണമെങ്കിലും അവർ ലൗകികന്മാരാകരുത്. അപ്പൊ ലോകത്തിൽ ജീവിക്കുക, ലൗകികന്മാരാകുക, ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത ഭാവങ്ങളാണ്. ഇന്ന് നാം അറിഞ്ഞോ അറിയാതെയോ ലൗകികരായി മാറുകയാണ്. ഒരു വൈദികനാകാൻ ഞാനും നിങ്ങളും ആഗ്രഹിച്ച നിമിഷത്തെ പറ്റി നമുക്കൊന്ന് തിരിച്ച് ചിന്തിക്കാം. ഒരു ശിശുവായിരുന്നപ്പോഴായിരിക്കാം, ഒരു യുവാവായിരുന്നപ്പോഴായിരിക്കാം. എന്തായിരുന്നു അന്ന് നിങ്ങളുടെ ലക്ഷ്യം? എനിക്കൊരു അച്ഛനാകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആദ്യത്തെ നിമിഷത്തെ നിങ്ങളുടെ സ്വപ്നം എന്തായിരുന്നു? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് ആ മദ്ബഹായിൽ കയറി ആ കാപ്പയൊക്കെ ഇട്ട് ഒരു കുർബാന ചൊല്ലണം. അതിനപ്പുറം ഒരു ആഗ്രഹം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. BD കഴിഞ്ഞ് MTH പഠിക്കണമെന്നൊന്നും എന്റെ മനസ്സിലില്ലായിരുന്നു. ഡോക്ടറേറ്റ് എടുക്കണമെന്നുണ്ടായിരുന്നില്ല. സെമിനാരിയിൽ പഠിപ്പിക്കണമെന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ഒന്നും എന്റെ സ്വപ്നത്തിലുള്ളതായിരുന്നു. എനിക്ക് ആകെയുള്ള സ്വപ്നം മദ്ബഹായിൽ കയറി അംശവസ്ത്രങ്ങൾ ധരിച്ച് കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ എടുത്ത് ആഘോഷിക്കുകയും ജനങ്ങളെ തിരുവചനം പഠിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ മിക്കവരും എന്നോട് യോജിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതായിരുന്നു നമ്മുടെ പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത്. ഇതിൽ നാം സായുജ്യം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഇതിനപ്പുറമുള്ള ഒരു സന്തോഷവും നമുക്ക് ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ താരതമ്യപ്പെടുത്തുന്നത് ഇടവകയിൽ ഏറ്റവും വലിയ കെട്ടിടമുള്ള ആളുകളുമായിട്ടാണ്, ഇടവകയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുമായിട്ടാണ്, ഇടവകയില് ഏറ്റവും നല്ല വാഹനം ഓടിക്കുന്ന ആളുകളുമായിട്ടാണ്. വാസ്തവത്തിൽ ഇതൊന്നുമല്ല നമ്മുടെ കൺസേൺ. ഇടവകയിൽ ധനികന്മാര് കാണും, നമ്മേക്കാൾ പല കാര്യങ്ങളിൽ ഉയർന്നവര് കാണും. പക്ഷേ ഭക്തിയുടെ കാര്യത്തിലും വിശ്വാസത്തിന്റെ കാര്യത്തിലും നമസ്കാരങ്ങളുടെ കാര്യത്തിലും നാം ആയിരിക്കണം ഒന്നാമത് നിൽക്കുന്നത്. പൗരോഹിത്യ ശീലങ്ങളിൽ ഏറ്റവും പ്രധാനം അതാണ്. മറ്റുള്ളതൊന്നുമല്ലായിരുന്നു നമ്മുടെ ലക്ഷ്യം. നമ്മേക്കാൾ വളരെ കുറച്ച് പഠനമുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപ മുടക്കി കെട്ടിടം വെക്കുമായിരിക്കും. നമ്മോടൊപ്പം ക്ലാസ്സിലിരുന്ന് പഠിച്ച് എല്ലാ വിഷയത്തിനും തോറ്റ് വെൽഡിങ് പഠിച്ച് ഗൾഫിൽ പോയ ആളിന് ഏറ്റവും വില കൂടിയ വാഹനം കാണും. ഇതൊന്നുമല്ല നമ്മെ ആകർഷിക്കുന്നത്. നമ്മെ ആകർഷിച്ച കാര്യം കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ എടുത്ത് ആഘോഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതായിരിക്കട്ടെ നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് ഉണ്മയിലിരിപ്പാനും ഇല്ലായ്മയിലിരിപ്പാനും അറിയാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമായിരിക്കണം പുരോഹിതർക്ക് എന്ന് വിചാരിക്കുന്നു. യേശു പിന്നെയും ആവശ്യപ്പെടുന്നത്
ഈ ശിഷ്യന്മാരെ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടണമേ എന്നാണ്. സത്യം അവരെ വിശുദ്ധീകരിക്കണം. എന്താണ് സത്യം എന്ന് പീലാത്തോസ് യേശുവിനോട് ചോദിച്ചത് യോഹന്നാനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സത്യം എന്ന് ഇല്ലാതെയായിരിക്കുന്നു. ഈ പോസ്റ്റ് മോഡേൺ ഏജിൽ പോസ്റ്റ് മോഡേൺ ഫിലോസഫിയുടെ ഒരു പ്രത്യേകത, അടിസ്ഥാനപരമായി ഒരു സത്യം എന്നൊന്നില്ല. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു നമ്മുടെ വിശ്വാസം, ഒന്നുകിൽ സത്യം അല്ലെങ്കിൽ വ്യാജം. പോസ്റ്റ് മോഡേൺ ഫിലോസഫി പറയുന്നത് ഒന്നിലധികം സത്യങ്ങൾ ഉണ്ടാവാം. സത്യം ആപേക്ഷികമാണ്. നിങ്ങളുടെ സത്യമല്ല എന്റെ സത്യം. അപ്പൊ സത്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന പീലാത്തോസ് എന്താണ് സത്യം എന്ന് ചോദിച്ചതിൽ അത്ഭുതപ്പെടാനില്ല. ഇന്നത്തെ ലോകവും മനുഷ്യനെ ഒരു മായാപ്രപഞ്ചത്തിൽ ആക്കിയിരിക്കുകയാണ്. കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സോപ്പ് എത്രയോ ആകർഷണീയമായ കവറിലാക്കി ലക്ഷം രൂപ മുടക്കി സിനിമാ താരങ്ങളെ വെച്ച് അഡ്വർടൈസ് ചെയ്ത് ആണ് വിൽക്കുന്നത്. നമ്മുടെ ഇടവകളിലും നമ്മുടെ ആത്മീയ ഉൽപ്പന്നങ്ങളും ഇന്ന് വിൽക്കുവാൻ ഇതുപോലെയുള്ള പാക്കിങ്സ് നാം ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ അജപാലന ശുശ്രൂഷയിലെ ആത്മീയ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ ഇന്നത്തെ പുരോഹിതർ ഇതുപോലെയുള്ള പോസ്റ്റ് മോഡേൺ പാക്കിങ്സ് ഉപയോഗിക്കുന്നു. അവിടെ നാം സത്യത്തിൽ നിന്നും അകന്നു പോവുകയാണ്. അതുകൊണ്ട് സത്യമാകട്ടെ നമ്മെ വിശുദ്ധീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി. അതോട് ചേർത്ത് യേശു പറയുന്നുണ്ട്, നിന്റെ വചനമാണല്ലോ സത്യം എന്നുള്ളത്. ഈ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് നമുക്ക് ആവശ്യം. ഗ്രിഗറി ദ ഗ്രേറ്റിന്റെ ബുക്ക് ഓഫ് ദ പാസ്റ്ററൽ റൂൾ കഴിയുമെങ്കിൽ നമ്മളൊക്കെ ഒന്ന് വായിച്ചിരിക്കേണ്ടതാണ്. പല അധ്യായങ്ങളിലായി ഇടയ ശുശ്രൂഷയെ പറ്റി അതിൽ പറയുന്നു. അതിൽ ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നു, ഈ ഇടയന്മാര് ശുദ്ധമായ വെള്ളം കുടിച്ചിട്ട് അതിൽ കാൽ ചവിട്ടുകയാണ്. ജനങ്ങൾക്ക് അവർ കൊടുക്കുന്നത് അവരുടെ കാല് ചവിട്ടി മലിനമായ ജലമാണ്. അപ്പൊ അവര് ശുദ്ധജലം കുടിക്കുന്നു, എന്നിട്ട് അതിൽ തന്നെ തങ്ങളുടെ കാലുകൾ, ചെളിപുരണ്ട കാലുകൾ ഇട്ട് ഇളക്കി അതിനെ മലിനമാക്കിയിട്ടാണ് ഇടവക ജനങ്ങൾക്ക് കൊടുക്കുന്നത്. കാരണം ഈ ദൈവവചനത്തിന് ആസ്പദമായി ഇടയന്മാർ ജീവിക്കുന്നില്ല. അപ്പൊ ദൈവവചനത്തെ അതിന്റെ ശരിയായ രീതിയിൽ പങ്കുവയ്ക്കുവാനും നമ്മുടെ ആത്മീയ സ്രോതസ്സായി സൂക്ഷിക്കുവാനും ജനങ്ങൾക്ക് പങ്കുവയ്ക്കുവാനും സാധിക്കുന്നവരാണ് വിശുദ്ധരായ ആളുകൾ. 18ഉം 19ഉം അധ്യായത്തിൽ പറയുന്നത്, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ ഇവരെയും ലോകത്തിലേക്ക് അയക്കുകയാണ്. ഇവരെ വിശുദ്ധീകരിക്കണം എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പ് പറയുന്നത് അതാണ്. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ ഇവരെയും ലോകത്തിലേക്ക് അയക്കുകയാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ. അപ്പൊ ഈ ലോകത്തിലേക്ക് അയക്കപ്പെടുന്ന ഒരു പ്രക്രിയ പുരോഹിതന്മാർക്ക് ഉണ്ടാവണം. ഇന്നലെ ഇവിടെ കൽക്കട്ട ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ പറ്റി പറയുകയുണ്ടായി. മലങ്കര സഭയുടെ സുവിശേഷ പ്രവർത്തനത്തിന് ഇന്ന് സുന്നകരോസ് അംഗീകരിച്ച, ക്രോഡീകരിച്ച ഒരു പ്രമാണ രേഖ തന്നെയുണ്ട്. അതിന് പിറകില് 2-3 അഖിലേന്ത്യാ സമ്മേളനങ്ങൾ തന്നെ നടന്നു. അവസാനത്തേത് ഇവിടെയായിരുന്നു. അത് കഴിഞ്ഞ് സുന്നകരോസിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രമാണ രേഖ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. മിഷൻ നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷയുടെ അടിസ്ഥാന സ്വഭാവമാകണം. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ഇടയിൽ മിഷൻ വിജയിക്കുന്നില്ല. വളരെ സങ്കടകരമായ ഒരു വസ്തുത ഞാൻ പറയട്ടെ. ഏകദേശം 5-6 മാസങ്ങൾക്ക് മുൻപ് സഹംപൂർ യൂണിവേഴ്സിറ്റിയോട് നാം അഭ്യർത്ഥിച്ചു, നമ്മുടെ മാവേലിക്കര സുവിശേഷാലയത്തിൽ ബീമിസ് എന്ന് പറയുന്ന കോഴ്സ് ആരംഭിക്കുവാൻ, ബാച്ചലർ ഓഫ് മിസിയോളജി. അതിന് ഇന്റർനെറ്റിൽ കൂടെയും വാർത്താ മാധ്യമങ്ങളിൽ കൂടെയും ആ പ്രസ്ഥാനം ധാരാളം പരസ്യങ്ങളും നൽകി. ഇപ്പോ ഇന്നോ നാളെയോ സഹംപൂറിന്റെ കമ്മീഷൻ വീണ്ടും മാവേലിക്കര വരുമ്പോ അതിന്റെ പ്രിൻസിപ്പലും അതിൽ പങ്കെടുക്കുന്നവരും അവരോട് തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവമേ ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്ക് വിദ്യാർത്ഥികളെ കിട്ടുന്നില്ല. മിഷനറിമാരെ, ഇത് വളരെ ലജ്ജാകരമായ ഒരു സംഗതിയാണ്. എന്നോട് ക്ഷമിക്കുക, കേൾക്കുന്ന തിരുമേനിമാര് എന്നോട് ക്ഷമിക്കുക.
ലജ്ജാകരമായൊരു സംഗതിയാണ് മിഷനറിമാരെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു പൗരോഹിത്യം. ദൈവവചനം സംസാരിക്കാൻ കഴിവുള്ളവരെ പരിശീലിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം പോലും ഇന്ന് അപകടത്തിലായിരിക്കുന്നു. മിഷൻ മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടയിൽ പ്രസംഗിച്ച അഭിമന്യ ഒസ്താത്യോസ് തിരുമേനിയുടെ സ്മാരകമായി തീരേണ്ട മിഷൻ സെന്റർ ഇന്ന് അപകട ഭീഷണിയിലായിരിക്കുന്നു. കാരണം മിഷൻ പഠിക്കാൻ ആളുകൾ വരുന്നില്ല. പലരെയും നാം ക്ഷണിച്ചപ്പോ അതിന്റെ നെഗറ്റീവ് സൈഡ് പറഞ്ഞാണ് ക്ഷണിച്ചത്. നിങ്ങൾക്ക് സെമിനാരിയിൽ അഡ്മിഷൻ തരികയില്ല, നിങ്ങൾക്ക് പട്ടത്വം തരികയില്ല, എന്തൊക്കെ കിട്ടുകയില്ല എന്ന് പറഞ്ഞ് ക്ഷണിച്ചാൽ ഏതെങ്കിലും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അയക്കുമോ? ഈ സഭയിലെ മിഷനറിയായി പ്രവർത്തിച്ചാൽ എന്തൊക്കെ കിട്ടും എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചു തുടങ്ങണം. അതിന് ഈ പുരോഹിതന്മാർ വിചാരിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. നമ്മേക്കാൾ വളരെ വിശ്വാസപരമായി പാരമ്പര്യമില്ലാത്ത ക്ഷണനേരത്തിൽ കൂണുപോലെ മുളച്ച സഭകളിൽ 25 ലക്ഷത്തിലധികം വിശ്വാസികൾ ആയിരിക്കുന്നു. നമ്മള് 20 ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് തന്നെ ഉണ്ടോ എന്ന് ചിലർക്കൊക്കെ സംശയവും. അപ്പോ 25 ലക്ഷം ആയിരിക്കുന്നു 10-30 വർഷം പഴക്കമുള്ള സഭകളിൽ. അവര് ഭാരതത്തിൽ ഉടനീളം സഞ്ചരിച്ച് മിഷനറി പ്രവർത്തനം നടത്തുകയാണ്. നമ്മുടെ പുരോഹിതന്മാർ എന്തുകൊണ്ടോ മിഷൻ എന്ന് പറഞ്ഞാൽ ചാരിറ്റി മാത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന് ദിവന്യാസ്യോസ് തിരുമേനി ഇന്നലെ പറയുകയുണ്ടായി. നമുക്ക് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പരിമല തിരുമേനി, പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസ്യോസ് തിരുമേനി, പത്രോസ് മാർ ഉസ്താദ്യോസ് തിരുമേനി, സ്തെഫാനോസ് മാർ ദേവോദോസ്യോസ് തിരുമേനി, ഗീവർഗീസ് മാർ ഉസ്താദ്യോസ് തിരുമേനി, കാലം ചെയ്ത പിതാക്കന്മാരൊക്കെ പല മിഷനറി മാതൃകകൾ നമ്മുടെ ഇടയിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സുന്നതദോസിൽ പങ്കെടുക്കുന്ന അതിലെ അംഗങ്ങളിൽ പകുതിയോളം പേരെങ്കിലും മിഷനറി പ്രവർത്തനം നടത്തുന്ന പിതാക്കന്മാരാണ്. എന്നിട്ടും നമ്മുടെ അച്ഛന്മാർ ഈ മിഷൻ പ്രവർത്തനത്തിന് വേണ്ട പ്രോത്സാഹനം നൽകുന്നില്ല. നിങ്ങളൊക്കെ മിഷൻ സൺഡേ കവർ കളക്ഷൻ കൂടുതൽ അയച്ചു കൊടുക്കുന്നവരായിരിക്കാം, മിഷൻ സൺഡേയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പക്ഷേ ഈ സുവിശേഷകന്മാരുടെ ആവശ്യം ഈ സഭയിൽ ഉണ്ടാവേണ്ടത് ഏറ്റവും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതൊരു വലിയ ത്രെറ്റായി വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ മാനേജ്മെന്റ് സ്റ്റഡീസിൽ പറയും എവരി ത്രെറ്റ് ഷുഡ് ബിക്കം ആൻ ഓപ്പർച്യൂണിറ്റി. ഏറ്റവും വലിയ അപകടങ്ങളെ ഓപ്പർച്യൂണിറ്റീസ് ആക്കുന്നവരാണ് വിജയിക്കുന്നവർ. അതുകൊണ്ട് ശാന്തമായി ഇടവകളിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കൊന്ന് ആലോചിക്കാം, നമ്മുടെ ഇടവകയിൽ ഒരു മിഷനറിയുടെ ആവശ്യമുണ്ടോ? ഒരു മിഷനറി വന്നാൽ നമ്മുടെ അജപാലന ശുശ്രൂഷ എത്ര വിജയിക്കും? അവരെ അംഗീകരിക്കുവാനുള്ള കെൽപ്പ് നമുക്കുണ്ടോ? അവരെ പരിപാലിക്കുവാൻ ഉള്ള ഭൗതികമായ കാര്യങ്ങൾ കൊടുക്കുവാൻ നമ്മെ കൊണ്ട് കഴിയുമോ? അതുകൊണ്ട് ഈ മിഷൻ എന്ന് പറയുന്നതും ഈ വിശുദ്ധ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് പറയുന്ന ഒന്ന് ഇവർ ഒന്നായിത്തീരണം എന്നാണ്. ഐക്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധീകരിക്കപ്പെട്ടവർ ഒരു ക്രിസ്തു, ഒരു മാമോദീസ, ഒരു ആത്മാവ് എന്നുള്ള രീതിയിൽ ഐക്യത്തോടെ ജീവിക്കേണ്ടവരാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഐക്യമില്ലാതെ ഇരിക്കുന്നു. മലങ്കര സഭയുടെ ഉള്ളിലുള്ള കക്ഷി വഴക്കുകൾ നമ്മുടെ വിശുദ്ധിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇന്ന് പുറം ലോകത്തിന് ഇത് അടിപിടി ഉണ്ടാക്കുന്ന ഒരു സമൂഹമായി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനേറെ നമ്മുടെ ഇടയിലുള്ള എത്രയോ യുവതി യുവാക്കൾ ഈ സഭ വിട്ട് ദൈവശാസ്ത്രപരമായി യാതൊരു കരുത്തുമില്ലാത്ത പുതിയ പുതിയ നൂതന ആത്മീയ സങ്കേതങ്ങളിലേക്ക് പോകുന്നു. നമ്മുടെ വൈദികരുടെ മക്കൾ പോലും പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോയി തുടങ്ങിയിരിക്കുന്നു. ഇനിയും അമാന്തിക്കരുത് ഇതിനെപ്പറ്റിയുള്ള ചിന്ത. ഐക്യം വിശുദ്ധി സൂക്ഷിക്കുന്ന ഒരു വലിയ സംഗതിയാണ്. ഈ സഭയുടെ ഐക്യം നമ്മുടെ സ്വപ്നവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ചിന്തയിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു കാര്യമാണ്. ഈ കക്ഷി വഴക്കുകൾ ഈ വിശുദ്ധ സഭയുടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നു. ഇതിലെ അംഗങ്ങളെ ഇതിൽ നിന്ന് പുറത്തു പോകുവാൻ അനുവദിക്കുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരും അവർക്ക് കിട്ടാത്ത ആത്മീയ പോഷണത്തെ പറ്റി തർക്കിക്കുകയോ പൊതുയോഗത്തിൽ വന്ന് മത്സരിക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യുകയും അവർ വളരെ ശാന്തരായി ആരോടും മിണ്ടാതെ ഈ സഭ വിട്ടു പോവുകയാണ്. Quietly they leave the church. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് തന്നെ ചോദിക്കാം, അത് വടക്ക് നിന്ന് വന്ന വൈദികരാകട്ടെ തെക്ക് നിന്ന് വന്ന വൈദികരാകട്ടെ,
എല്ലാവർക്കും അവരവരുടെ വീടുകളിൽ കുഞ്ഞുങ്ങളോട് ചോദിക്കാം, ഈ സഭയുടെ ഈ കക്ഷി വഴക്കുകളും കേസുകളും ഇത് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഈ സഭയിലെ വൈദികരുടെ മക്കൾ തന്നെ പറയും ഇത് അവസാനിപ്പിക്കണമെന്ന്. അപ്പൊ അതുകൊണ്ട് അടുത്ത തലമുറയെ പറ്റി വിചാരമുണ്ടെങ്കിൽ കേരളത്തിൽ നശിച്ചുപോയ നായർ തറവാടുകളെ പോലെ ഓർത്തഡോക്സ് തറവാടുകൾ ഇല്ലാതെയായി തീരുവാൻ ഇടയാകരുത്. നമുക്ക് പള്ളികളല്ല പ്രധാനം, നമുക്ക് വിശ്വാസികളാണ് പ്രധാനം. നമുക്ക് ആഘോഷങ്ങളല്ല പ്രധാനം, നമുക്ക് വിശ്വാസം സംരക്ഷിക്കുകയാണ്. കഴിഞ്ഞ 50 വർഷങ്ങൾ മലങ്കര സഭ പൊതുവായി പ്രാദേശിക തലത്തിലും നടത്തി ആഘോഷങ്ങൾ നടത്തി പൈലറ്റ് ജീപ്പുകളിൽ കൊടി പിടിച്ചു പോയ ആളുകളുടെ കുടുംബങ്ങൾ ഇന്നെവിടെയാണ്? ഈ ആഘോഷങ്ങൾക്ക് കതിന പൊട്ടിച്ച ആളുകളുടെ മക്കൾ, കൊച്ചുമക്കൾ ഇന്ന് ഈ സഭയിലുണ്ടോ? നാം ആഴമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഒരു അപ്പസ്തോലിക വിശ്വാസം നമുക്ക് സ്വന്തമായി കിട്ടിയ ഈ സഭ, ഇതിലെ പുരോഹിതന്മാർ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആരാധനയും നമ്മുടെ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം കടപ്പെട്ടവരാണ്. അതിന് ദൈവം തമ്പുരാൻ നമ്മുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷ മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.